ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ, ഒരു കുട്ടി വീഡിയോ. അപ്പോൾ ഇപ്പോൾ എനിക്ക് 35 വീക്സ് കഴിഞ്ഞ് 36 സ്റ്റാർട്ട് ചെയ്യാറായി. ഈ ഒരു പ്രഗ്നൻസി ജേണി സ്റ്റാർട്ട് ചെയ്തപ്പോൾ തൊട്ട് ഞാൻ രാവിലെ നേരത്തെ എണീക്കാറുണ്ട്. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അന്നത്തെ ഡേ കുറേ ടൈം കിട്ടുന്നത് പോലും, അതുപോലെ എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ രാവിലെ ഇപ്പോൾ ഒരു 6:30 ആയിട്ടുണ്ട്. ഞാൻ രാവിലെ എണീറ്റ് റെഡിയായി നിൽക്കുവാണ്. രാവിലെ നടക്കാൻ വേണ്ടിയിട്ട് പോകണം. ഇന്നലെ മുഴുവൻ ഭയങ്കര മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് ആകാശം കണ്ടു മൂടിക്കെട്ടിയ അവസ്ഥയിലാണ്. അങ്ങനെ ഞാൻ വന്ന് സോക്സും ഷൂസും ഒക്കെ ഇട്ട് റെഡി ആവുകയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് കനകക്കുന്ന് അല്ലെങ്കിൽ മ്യൂസിയത്തിൽ പോയിട്ടാണ് നടക്കാറ്. അതാകുമ്പോൾ അധികം വണ്ടിയൊന്നും ഇല്ലാതെ നമുക്ക് നടക്കാനുള്ള ഒരു സൗകര്യം അവിടെയുണ്ട്. അതുകൊണ്ട് റെഡിയായി പോവുക. ഇന്നലെ നല്ല മഴയായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇന്ന് രാവിലെ നടക്കാൻ വന്നപ്പോൾ ആളൊക്കെ ഭയങ്കര കുറവ്. ഞങ്ങളിതാ കനകക്കുന്നിലാണ് വന്നത് കേട്ടോ. ഇവിടെ പൊതുവിൽ രാവിലെ നല്ല രസമാണ് നടക്കാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷ് കാറ്റൊക്കെ കൊണ്ട് നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടെ വന്ന് നടക്കാൻ വേണ്ടിയിട്ട്. മ്യൂസിയത്തിൽ കുറച്ചും കൂടി ക്രൗഡഡ് ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് നടക്കാൻ പോകുമ്പോൾ. എനിക്ക് ഇവിടെയാണ് കുറച്ചും കൂടി ഇഷ്ടം. അങ്ങനെ ഞങ്ങളിതാ നടത്തമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 2-3 ആഴ്ച മുന്നേ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് എനിക്ക് ഷുഗർ ലെവൽ ഇത്തിരി ബോർഡറിലാണ് എന്ന് കണ്ടത് തൊട്ട് ഡോക്ടർ സജസ്റ്റ് ചെയ്തിരുന്നു നടക്കണമെന്ന്. അന്ന് മുതലേ ഇങ്ങനെ നടത്തം സ്റ്റാർട്ട് ചെയ്തതാണ്. എനിക്കിപ്പോൾ അത് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ നടക്കാൻ വരുന്നത് കേട്ടോ. എന്താണെന്നറിയത്തില്ല, അന്നത്തെ ദിവസം ഭയങ്കര പോസിറ്റീവായിട്ട് അല്ലെങ്കിൽ അന്ന് ഭയങ്കര പ്രൊഡക്റ്റീവായിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഞങ്ങളൊരു 20 മിനിറ്റ്സ് നടന്ന് കുറച്ച് വർക്കൗട്ട്സ് ഒക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിതാ തിരിച്ച് വന്നേക്കുവാണ്. അപ്പോൾ ഇവിടെ നിന്ന് ജ്യൂസ് കുടിക്കുന്ന ഒരു പതിവുണ്ട് കേട്ടോ. ഇവിടെ എപ്പോഴും വെജിറ്റബിൾ ജ്യൂസ് കിട്ടും. ഷുഗർ ഒന്നുമില്ല, എല്ലാം നല്ല വെജിറ്റബിൾസ് ഒക്കെ ഇട്ട് ജ്യൂസ് ചെയ്ത് തരാറുണ്ട്. അപ്പോൾ അവിടെ നിന്ന് ജ്യൂസ് മേടിച്ചു. എപ്പോഴും ഞാൻ മേടിക്കുന്നത് ഇവിടെ നിന്ന് ക്യാരറ്റ് ജ്യൂസാണ്. എനിക്ക് വെജിറ്റബിൾ ജ്യൂസിനെക്കാട്ടി ഇതാണ് ഇഷ്ടം. അങ്ങനെ അതൊക്കെ കുടിച്ചിട്ട് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ചെറിയ വിശപ്പ് അടിച്ചു കേട്ടോ. ഇടയ്ക്കൊക്കെ ഉണ്ട്, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ നടത്തൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഭയങ്കര വിശപ്പായിരിക്കും. അപ്പം ഞങ്ങൾ പോകുന്ന ഒരു തട്ടുകടയുണ്ട് കേട്ടോ. രാവിലെ പോയ ചൂട് ദോശയും ചമ്മന്തിയും സാമ്പാറൊക്കെ കിട്ടും. പക്ഷെ ഇന്ന് അവിടെ അവധിയായിരുന്നു. അതുകൊണ്ട് വിചാരിച്ചു എന്തായാലും വിശന്നു, ഇനിയിപ്പോൾ വീട്ടിൽ പോയി ഉണ്ടാക്കി കഴിക്കാനൊക്കെ കുറച്ച് നേരം എടുക്കും. അപ്പോൾ പിന്നെ ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറാമെന്ന് പറഞ്ഞ് ഞങ്ങൾ സ്ഥിരം വരുന്നത് ആര്യൻ നിവാസം ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടെ വന്നിട്ട് ചൂട് മസാല ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതിനോട് നല്ല അടിപൊളി ചമ്മന്തിയാണ് കേട്ടോ ആര്യൻ നിവാസിൽ. നല്ല ടേസ്റ്റി ചമ്മന്തിയുണ്ട്. പിന്നെ അവരൊക്കെ പൂരിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അങ്ങനെ ഞാൻ രാവിലെ മസാല ദോശയൊക്കെ ഒന്ന് അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. രാവിലെ ഈ നടക്കാൻ പോകുമ്പോഴൊക്കെ ചിലപ്പോഴൊക്കെ വിശക്കാറുണ്ട്. ഇന്നാണെങ്കിൽ ഞാൻ രാവിലെ നട്ട്സ് ഒന്നും കഴിച്ചതുമില്ല. അപ്പോൾ പ്രത്യേകിച്ച് പറയണ്ട, നല്ല വിശപ്പുണ്ട്. പിന്നെ ഇനി വീട്ടിൽ പോയി കഴിക്കാമെന്ന് പറഞ്ഞാൽ കുറേ ടൈമും എടുക്കും. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലേക്ക് എത്തി കേട്ടോ. അപ്പോൾ വീട്ടിലെത്തിയപ്പോഴത്തെ ലക്കി മിക്കി ഇറങ്ങി നിൽപ്പുണ്ട്. അവന്മാരെ കൊണ്ടുപോയില്ല എന്നും പറഞ്ഞ് പരാതിയൊക്കെ പറഞ്ഞ്. ലക്കിക്ക് നമ്മൾ എവിടെ പോയിട്ട് വന്നിരുന്നാലും ഉള്ള ഒരു എന്താ പറയുക വെൽക്കം ഡാൻസ് ആണ് ഇത് കേട്ടോ. അവന് ഭയങ്കര സന്തോഷമാണ് നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ. പിന്നെ അവനെ നമ്മൾ എടുക്കും വരെ ഇങ്ങനെ ചാടിക്കൊണ്ടേയിരിക്കും. കുറച്ച് നേരം അവിടെ ഇരുന്ന് അവന്മാരെ കൊഞ്ച് റിലാക്സ് ഒക്കെ ചെയ്തു. ഇനി എനിക്ക് ബ്രീത്തിങ് എക്സസൈസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഒരാവശ്യമായിട്ട് പുറത്തേക്ക് പോകണം. അപ്പം നമുക്ക് പോയി കുളിച്ച് റെഡി ആയിട്ട് വരാം. അങ്ങനെ ഞാൻ കുളിച്ച് റെഡിയായി ഒരുങ്ങി വന്നിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഞാൻ ഇന്നാളൊരു ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. സ്റ്റുഡിയോ നിന്ന് മേടിച്ചതാണ് കേട്ടോ. കൊള്ളാല്ലേ, നല്ല കംഫർട്ടബിൾ ആയിട്ട് കേട്ടോ. മോർണിംഗ് ഒരു 9:30 ആയ കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ പോകുന്നത്, ഞാൻ ശരത്തേണ്ണ ഒരു കാറ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡെലിവറി ഇന്നാണ്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ഷോറൂമിലെത്തി കേട്ടോ. ഹുണ്ടായിലാണ് കേട്ടോ. ഞങ്ങൾ എടുത്ത കാറ് ഹുണ്ടായി ക്രെറ്റയാണ്. അപ്പം ഞങ്ങൾ ആദ്യം വിചാരിച്ച് EV എടുക്കാം, EV നോക്കാം എന്നൊക്കെ പറഞ്ഞു. പിന്നെ കുറേ വണ്ടിയൊക്കെ നോക്കിയിട്ട് ലാസ്റ്റ് വിചാരിച്ചു ഓക്കെ വേണ്ട, ക്രെറ്റ അങ്ങ് എടുക്കാം, ഈ പൈസയ്ക്ക് എന്തായാലും ക്രെറ്റ എടുക്കാം എന്ന് പറഞ്ഞിട്ടാണ്. അങ്ങനെ ക്രെറ്റയാണ് ഞങ്ങളെടുത്ത്. ഇതിൻ്റെ ഷോർട്സ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവർ പോയി കാണുക കേട്ടോ. അങ്ങനെ വണ്ടിയൊക്കെ എടുത്ത് നേരെ പെട്രോൾ പമ്പിലേക്കാണ് പോകുന്നത്. കാരണം നമ്മൾ വണ്ടി ഇറക്കുന്ന സമയത്ത് അതിൽ ഡീസലൊന്നും അധികം കാണത്തില്ല. പമ്പിലെത്തി ഇവിടുന്ന് ഡീസൽ അടിച്ചിട്ട് നേരെ പോകുന്നത് അമ്പലത്തിലേക്കാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മൾ ഡെലിവറി എടുത്തതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി പൂജിക്കാം എന്ന് വിചാരിച്ചിട്ട് അമ്പലത്തിലെത്തി. എനിക്കിപ്പോൾ അമ്പലത്തിൽ കയറാൻ പറ്റാതിരിക്കുന്നത് കൊണ്ട് ഞാൻ കയറിയിട്ടില്ല. ശരത്തേനും ഫ്രണ്ട്സൊക്കെ പോയാണ് പൂജിച്ചിട്ട് വന്നത്. അങ്ങനെ പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. പോകുന്ന വഴിക്ക് ഭയങ്കര ബ്ലോക്കും, എന്താ പറയുക, റോഡൊക്കെ ക്ലോസ് ചെയ്തിട്ടും അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ അവിടെ നടക്കുവാണ് നിയമസഭയുടെ ഫ്രണ്ടിൽ, എന്താണെന്നറിയില്ല. അപ്പോൾ ഞങ്ങൾ വീട്ടിലേക്ക് പോവാം. അങ്ങനെ ഞങ്ങൾ പൂജയൊക്കെ കഴിഞ്ഞ് വണ്ടി വീട്ടിൽ കൊണ്ടുവന്നിട്ടുണ്ട്. വീട്ടിലല്ല, ഞങ്ങൾ ഫ്ലാറ്റിലാണ് കേട്ടോ. അപ്പോൾ പാർക്ക് ചെയ്യാൻ വേണ്ടി വണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഞങ്ങൾ മേലിലെത്തിയപ്പോഴത്തേക്ക് അപ്പൂപ്പനും അമ്മൂമ്മ ഇന്ന് എത്തിയിട്ടുണ്ട്. ഇന്ന് അപ്പൂപ്പൻ്റെ പിറന്നാളാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് അപ്പൂപ്പനും അമ്മൂമ്മയായിട്ട് ഒരു ഔട്ടിംഗ് ഒക്കെ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഔട്ടിംഗ് മീൻസ് ഫുഡ് കഴിക്കാൻ പോവുക, അവർക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കുക, അങ്ങനെ തന്നെ. അപ്പോൾ ഞങ്ങൾ വന്നപ്പോഴേ കണ്ടല്ലോ, ഇവർ സ്ഥിരം പരിപാടി തന്നെയായിരുന്നു, ഭയങ്കര സ്നേഹപ്രകടനം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് പഴയടുത്ത് പോവാം. അപ്പൂപ്പൻ്റെ പിറന്നാളായതുകൊണ്ട് തന്നെ സദ്യ കഴിക്കാം എന്നുള്ള പ്ലാനിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അപ്പൂപ്പനും അമ്മൂമ്മയും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അവർ പറയുമായിരുന്നു ഇനി ആരുടെ പിറന്നാളുണ്ടെങ്കിലും വീട്ടിൽ സദ്യ വെച്ച് കഷ്ടപ്പെടണ്ട, ഇവിടെ വന്ന് കഴിച്ചാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു അടിപൊളി സദ്യയൊക്കെ കഴിച്ചു. ഞാൻ പായസമൊന്നും കഴിച്ചില്ല കേട്ടോ, ഷുഗർ ബോർഡർ ലെവൽ ആയതുകൊണ്ട്. അങ്ങനെ പായസമൊന്നും കഴിക്കാതെ അതിൻ്റെ വിഷമമൊക്കെ ഉണ്ട്. പിന്നെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയാണ്
ഇത് കണ്ട് റോഡ് സൈഡിൽ ചട്ടിയും കലമൊക്കെ വെക്കുന്നത്. അപ്പം ആറ്റുകാൽ പൊങ്കാല അടുപ്പിച്ചിട്ട് ഇങ്ങനെ കുറേ ചട്ടിയും കലമൊക്കെ വെക്കുന്ന ആളുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ ഒരു രസമാണ്. ഒരു ദിവസം നമുക്ക് ഇറങ്ങാം വൈകിട്ട്. അങ്ങനെ ഞങ്ങൾ ഇതാ തിരിച്ച് പോകുന്ന വഴിക്ക് ബാറ്റിൽ കയറി. അപ്പൂപ്പന് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അപ്പൂപ്പൻ പറഞ്ഞു ചെരുപ്പ് മതി, ഷൂസ് മതി എന്ന് പറഞ്ഞു. അങ്ങനെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്ക് ഓരോ ഷൂസ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിതാ ബാറ്റിൽ വന്നേക്കാണ്. അങ്ങനെ അമ്മൂമ്മ ഓരോന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്നും അപ്പൂപ്പന് ഇഷ്ടപ്പെടില്ല. പിന്നെ അപ്പൂപ്പന് ഇഷ്ടപ്പെട്ട ഒരു ഷൂസ് അപ്പൂപ്പൻ തന്നെ സെലക്ട് ചെയ്തു. പിന്നെ അമ്മൂമ്മയ്ക്കും ചെരുപ്പ് നോക്കുകയായിരുന്നു. അങ്ങനെ അവർക്ക് രണ്ടുപേർക്കും ചെരുപ്പും ഷൂസൊക്കെ മേടിച്ച് ഒരു കുട്ടി ഷോപ്പിംഗ് കഴിഞ്ഞ് ഞങ്ങൾ ഇതാ വീട്ടിലെത്തി. അങ്ങനെ സദ്യ കഴിച്ചെൻ്റെ ഹാങ് ഓവർ നല്ലതുപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ വന്ന ഉടനെ ഞാൻ കുറച്ചു നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിച്ചു. ഇപ്പം എവിടെ പോയിട്ട് വന്നാലും ഭയങ്കര ക്ഷീണമാണ്. അങ്ങനെ ഞാൻ കുറച്ച് നേരം കിടന്നുറങ്ങുവാണ്. ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ എൻ്റെ ലക്കി വന്ന് എന്നെ ശല്യപ്പെടുത്തി ഉണർത്തി കേട്ടോ. അവനും ബെഡിൽ കയറണമെന്നും പറഞ്ഞിട്ട്. പിന്നെ അവനെയും പിടിച്ചിട്ട് കുറച്ച് നേരം ഞാൻ കിടന്നുറങ്ങി. എണീറ്റ് കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ്. കഴിച്ച സദ്യയെല്ലാം ദഹിച്ചു കഴിഞ്ഞു. എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ് കുടിക്കുന്നു. അതിൻ്റെ കൂടെ പഴം പുഴുങ്ങിയതുണ്ടായിരുന്നു. പക്ഷെ പഴം പുഴുങ്ങിയത് എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് അധികം പഴുക്കാത്ത പഴം പുഴുങ്ങി കഴിക്കുന്നതാണ് ഇഷ്ടം കേട്ടോ. എനിക്ക് ഒത്തിരി പഴുത്ത് കഴിഞ്ഞാൽ ആ ഒരു മധുരം എനിക്ക് അത്ര ഇഷ്ടമില്ല. അങ്ങനെ ഞാനത് കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ലക്കി വന്ന് കുറച്ച് ബഹളം വെക്കുകയാണ് ലക്കിയും മിക്കും. കാരണം അവന്മാർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ പഴമൊക്കെ. അപ്പോൾ പഴം എനിക്ക് അധികം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത് മാറ്റി വെച്ചിട്ട് ഒരു മുട്ട അവിച്ചത് കഴിച്ചു കേട്ടോ. ലക്കിക്കും മിക്കും കുഞ്ഞിലേ ഫ്രൂട്ട്സും പഴമൊക്കെ കൊടുക്കണതുകൊണ്ട് തന്നെ അവന്മാർക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പ്രത്യേകിച്ച് പുഴുങ്ങിയ പഴമൊക്കെ ലക്കിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് അവ അങ്ങ് കഴിച്ചോളും. അങ്ങനെ ഈവനിങ് സ്നാക്സ് ഒക്കെ കഴിഞ്ഞിട്ട് എനിക്കൊരു നടത്തം പതിവുള്ളതാണ്. ഒന്നുകിൽ സ്റ്റെപ്പിലോട്ടോ അല്ലെങ്കിൽ താഴേക്ക് ഇറങ്ങി നടക്കാറുണ്ട്, അല്ലെങ്കിൽ മിക്കപ്പോഴും ബാൽക്കണിയിലായിരിക്കും. അതിൻ്റെ ഓരോ ദിവസം മൂഡ് അനുസരിച്ചിരിക്കും. അപ്പോൾ ഇന്ന് എനിക്ക് പുറത്തോട്ടൊന്നും നടക്കാൻ പോകാൻ വയ്യ. അതുകൊണ്ട് ഈവനിങ് ബാൽക്കണിയിൽ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം ഒരു 10-15 മിനിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഒരു 50 മിനിറ്റ്സ് ഒക്കെ നടന്നിട്ട് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് റിലാക്സ് ചെയ്ത് അവിടെ തന്നെ ഇരിക്കും കേട്ടോ. കുറച്ച് നേരം അവിടെ അങ്ങനെ റിലാക്സ് ചെയ്തിരുന്നതിന് ശേഷം ബ്രീത്തിങ് എക്സസൈസ് ചെയ്യും കേട്ടോ. എന്നും രാവിലെയും വൈകിട്ടും ചെയ്യാറുണ്ട്. പക്ഷേ ഇന്ന് രാവിലെ എനിക്ക് ചെയ്യാൻ ടൈം കിട്ടിയില്ല. ഈ ബ്രീത്തിങ് എക്സസൈസും അതിൻ്റെ ടെക്നിക്സും ഒക്കെ ഞാൻ യൂട്യൂബ് വീഡിയോസ് കണ്ടിട്ടാണ് ചെയ്തു തുടങ്ങിയത് കേട്ടോ. അപ്പോൾ അതെനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എപ്പോഴും രാവിലെയും വൈകിട്ടും ചെയ്യാറുണ്ട്. അങ്ങനെ അത് കുറച്ച് നേരം അവിടെ ഇരുന്ന് ചെയ്യുവാണ്. അത് കഴിഞ്ഞ് കുറച്ച് നേരം കൂടി ബാൽക്കണിയിൽ ഇരുന്നതിന് ശേഷം രാത്രി ഞങ്ങൾക്ക് ഡിന്നറിന് ഇന്ന് ദോശയും ചമ്മന്തിയും മുളക് പൊടിയൊക്കെ ആയിരുന്നു കേട്ടോ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു ഡിന്നറായിരുന്നു. വലിയ വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല എനിക്ക് രാത്രി. അപ്പോൾ അതും അതിൻ്റെ കൂടെ ഒരു ഗ്ലാസ് പാലും കൂടി കുടിച്ച് എൻ്റെ ഡിന്നർ ഫിനിഷ് ചെയ്തു. അപ്പോൾ ഇനി ഒന്ന് പോയി ഫേസ് വാഷ് ചെയ്യും, പിന്നെ ഒരു സ്കിൻ കെയറും ചെയ്തിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങും കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ ഒരു കുട്ടി വ്ളോഗിൽ. അപ്പോൾ ഇതുപോലുള്ള വ്ളോഗ് കാണാൻ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ബൈ.